ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞുപോയ കാലത്തുള്ള മഹതിമാരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കൽ നമ്മുടെ കടമയാണ്. അവര് ജീവിച്ച ജീവിതം നമ്മൾ അറിയുമ്പോഴാണ് നമുക്കും നല്ലൊരു ജീവിതം, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അവരെ ഇബാദത്തിലും സൽക്രമത്തിലുമായിട്ടാണ് ജീവിച്ചത്. മഹദിയായ നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ചില ഭാഗങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഈജിപ്തിലേക്ക് വന്ന കഥ ഞാൻ പറഞ്ഞു. മഹദി അവരുടെ ഇബാദത്തും നിസ്കാരവും സൽക്രമവും നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ കണ്ടിട്ട് വലിയ മഹദിയാണെന്ന് മനസ്സിലാക്കി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിലുള്ള കാലത്തായിരുന്നു. ഈ ഷാഫി ഇമാമി ഇടക്ക് നഫീസത്തുൽ മിസ്രിയയെ സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നു. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയയുടെ മസ്ജിദ്, അവിടെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് ഷാഫി ഇമാമ് തറാവീഹ് നിസ്കരിക്കാറുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയയുടെ അടുത്തേക്ക് പോവുകയും അവിടത്തോട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയയിൽ നിന്നും ചില വിജ്ഞാനങ്ങളും ഹദീസുകളും ഷാഫി ഇമാമ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. ചിലര് ഇങ്ങോട്ടും കേട്ടിട്ടുണ്ട്, ഷാഫി ഇമാമിൽ നിന്ന് നഫീസത്തുൽ മിസ്രിയയും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരിക്കട്ടെ, ഷാഫി ഇമാമ് വഫാത്തിന് മുമ്പും അല്ലാത്ത സമയത്തും രോഗമാകുമ്പോൾ നഫീസത്തുൽ മിസ്രിയയുടെ അരികിലേക്ക് ആളുകളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അവിടുത്തെ ശിഷ്യനായ റബീഅ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കും, റബീഉൽ ജീസി അല്ലെങ്കിൽ റബീഉൽ മുറാദിയെ പറഞ്ഞേക്കും. എന്നിട്ട് ഷാഫി ഇമാമ് സലാം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയും. നിങ്ങളുടെ പിതൃവ്യപുത്രൻ ഷാഫി രോഗമുണ്ട് എന്ന് നഫീസത്തുൽ മിസ്രിയോട് പറയും, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴൊക്കെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഷാഫി ഇമാമിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുമ്പോൾ ആ പറഞ്ഞയക്കപ്പെട്ട ആ മഹാൻ തിരിച്ച് വീട്ടിലേക്ക് ഷാഫി ഇമാമിന്റെ അരികിലേക്ക് എത്തുന്ന മുമ്പ് ഷാഫി ഇമാമിന്റെ രോഗം സുഖമായിട്ടുണ്ടാകും. അങ്ങനെ അവിടത്തോട് നഫീസത്തുൽ മിസ്രിയോട് ഒരു കാര്യം ഇസ്തിഗാസ ചെയ്താൽ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് വലിയ അത്ഭുത ഫലമായിരുന്നു ഷാഫി ഇമാമ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നഫീസത്തുൽ പ്രയാസങ്ങൾ വരുമ്പോൾ നഫീസത്തുൽ മിസ്രിയുടെ മാല പാടിക്കൊണ്ട് അവിടുത്തെ തവസ്സുലാക്കി ദുആ ചെയ്യും. അതിന് അത്ഭുത ഫലങ്ങളും ലഭിക്കാറുണ്ട്. കറാമത്ത്, അവിടുത്തെ കറാമത്ത് കൂടിയാണ് അത്. ഷാഫി ഇമാമ് വഫാത്താകണ മുമ്പുണ്ടായ രോഗം വന്നപ്പോൾ അവിടുന്ന് സാധാരണ രോഗം വരുമ്പോൾ നഫീസത്തുൽ മിസ്രിയയോട് ദുആ ചെയ്യിപ്പിക്കാൻ പറയാറുള്ളത് പോലെ ആളെ പറഞ്ഞയച്ചു ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നഫീസത്തുൽ മിസ്രിയ സാധാരണ നിലക്ക് ശമനം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നതിന് പകരം നഫീസത്തുൽ മിസ്രിയ ദുആ ഇരുന്നത് മത്തഅനല്ലാഹു ബിന്നദിരി ഇലാ വജ്ഹിഹിൽ കരീം, ഷാഫി ഇമാമിന് അല്ലാഹുവിന്റെ ദാത്തിലേക്ക് തിരുനോട്ടത്തിനുള്ള സുഖം അള്ളാഹു നൽകട്ടെ, തിരുനോട്ടം നൽകട്ടെ എന്നായിരുന്നു. നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് അള്ളാഹുവിനെ കാണുക എന്നത്. സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നതാണ്. നാം ഇബാദത്ത് ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, സുജൂദ് ചെയ്യുന്നു, അതൊക്കെ എന്തിനാ? അള്ളാഹുവിനെ കാണാനാണ്. അള്ളാഹുവിനെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. മുഅ്മിനീങ്ങള് സ്വാലിഹീങ്ങള് രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ കാണും എന്ന് കാണാം. അപ്പോ ഷാഫി ഇമാമിന് വേണ്ടി നഫീസത്തുൽ മിസ്രിയ വഫാത്തിന് മുമ്പ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ, രോഗമായപ്പോൾ അള്ളാഹു ഷാഫിയിന് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തു. അങ്ങനെ പറഞ്ഞയച്ച ആള് തിരിച്ച് ഷാഫി ഇമാമിന്റെ അടുത്ത് വന്നു. ഷാഫി ഇമാമ് ചോദിച്ചു, എന്തേ നഫീസത്ത് ബീബി പറഞ്ഞത്? അപ്പോൾ ഷാഫി ഇമാമിനോട് അദ്ദേഹം പറഞ്ഞു,
നഫീസത്തുൽ മിസ്രിയ മത്താഹുല്ലാഹു ബിന്നദിരി ഇലാ വജ്ഹിഹിൽ കരീം ഇലാ വജ്ഹിഹിൽ കരീം, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. രോഗശമനത്തിന് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി ഇമാമ് ഉറപ്പിച്ചു, ഈ രോഗത്തിൽ ഞാൻ മരണപ്പെടുമെന്ന്. അങ്ങനെ പിന്നീട് ഷാഫി ഇമാമ് പറഞ്ഞു, ഞാൻ മരിച്ചാല് എന്റെ മേലിലുള്ള മയ്യത്ത് നിസ്കാരം നഫീസത്തുൽ മിസ്രിയയെ കൊണ്ടും നിസ്കരിപ്പിക്കണം. റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്കും അവരുടെ ശഫാഅത്തും ദുആയും നമുക്കും നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അവരുടെ ജീവിതം അല്പമെങ്കിലും പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹിജറ 204 മരണപ്പെട്ടു. നഫീസത്തുൽ മിസ്രിയ ഹിജറ 208 മരണപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊരു മുമ്പത്തെ ക്ലാസ്സിൽ. ഏതായിരിക്കട്ടെ, അങ്ങനെ മരണപ്പെട്ടപ്പോൾ നഫീസത്തുൽ മിസ്രിയ വളരെ ക്ഷീണിതയായിരുന്നു. അപ്പോ അവിടുത്തെ ജനാസയെ നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും നഫീസത്തുൽ മിസ്രിയ മഹ്മൂമായി ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ യാക്കൂബ് അൽ ബുവൈത്തി ഷാഫി ഇമാമിന്റെ പ്രധാന ശിഷ്യന്മാരിൽ പെട്ടവരാണ്. അവർ ഇമാമായി നഫീസത്തുൽ മിസ്രിയ മഹ്മൂമായി മയ്യത്ത് നിസ്കരിച്ചു. അങ്ങനെ ഷാഫി ഇമാമിന് വേണ്ടി നഫീസത്തുൽ മിസ്രിയ മയ്യത്ത് നിസ്കരിച്ചു. എന്ന് മാത്രമല്ല, മഹാന്മാരിൽ പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നു, ഒരു വിളിയാളം കേൾക്കുകയുണ്ടായി. എന്താണ് വിളിയാളം? നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഷാഫി ഇമാമിന്റെ പേരിൽ ആരൊക്കെ മയ്യത്ത് നിസ്കരിച്ചോ, ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും. അവിടെ വിളിയാളം കേട്ടു. ആരൊക്കെ ഷാഫി ഇമാമിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചോ അവർക്കൊക്കെ അള്ളാഹു ഷാഫി ഇമാമിന്റെ ബർക്കത്ത് കൊണ്ട് പൊറത്തു കൊടുത്തിരിക്കുന്നു. ഷാഫി ഇമാമിന് നഫീസത്തുൽ മിസ്രിയയുടെ മഹത്വം കൊണ്ടും ബർക്കത്ത് കൊണ്ടും അള്ളാഹു പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന് വിളിയാളം കേട്ടു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് മഹാന്മാര് വലിയ ആദരവായിരുന്നു അവരൊക്കെ എന്ന് മനസ്സിലാക്കാം. നാം നഫീസത്ത് ബീവിയെ നമ്മുടെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അവരെ അനുസ്മരണങ്ങൾ നടത്തണം. അവരുടെ മാല ചൊല്ലൽ അവരുടെ അനുസ്മരണം ചെല്ലലാണ്. അവരെ കൊണ്ട് തവസ്സുല് ചെയ്യണം, അവരെ മഹത്വങ്ങൾ പറയണം, അത് മനസ്സിലാക്കണം, അവരെ പിൻപറ്റണം. ഇനിയും അവരുടെ കറാമത്തുകൾ ധാരാളമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.